കർണാടക സ്റ്റൈലിൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈയും എഗ് ഫ്രൈഡ് റൈസും. നമ്മുടെ സ്വന്തം അയിലയും ചെമ്മീനും ഞണ്ടും പിന്നെ ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുന്ന ഡിസ്കോ ഫിഷും ഒക്കെ ഇവരുടെ തന്നെ ഒരു മസാലക്കൂട്ട് പുരട്ടി സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തു തരും. ബീച്ചിന്റെ ആംബിയൻസിൽ വൈകുന്നേരങ്ങളിൽ ഈ ചൂട് ഫിഷ് ഫ്രൈയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നല്ല കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഏത് ഫിഷാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് അപ്പൊ തന്നെ എടുത്ത് മസാല പുരട്ടി ലൈവായിട്ടാണ് കേട്ടോ ഇവിടെ ഫ്രൈ ചെയ്തു തരുന്നത്. ഇവിടുന്ന് തന്നെ പിടിക്കുന്ന നല്ല ഫ്രഷ് മീനാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് ചെമ്മീൻ ഇതെന്ത് ഫിഷാണിത്? ഇവിടുത്തെ വെറൈറ്റി ഡിസ്കോ ഫിഷും അയലയുമാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. അയല ഫ്രൈ പൊളിച്ചു, ഒരു രക്ഷയുമില്ല. ഡിസ്കോ ഫിഷ് കഴിച്ചിട്ട് വലിയ സുഖമൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ എഗ് ഫ്രൈഡ് റൈസ് പറയാതിരിക്കാൻ പറ്റില്ല. 60 രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നല്ല അടിപൊളി എഗ് ഫ്രൈഡ് റൈസ്. 50 രൂപയ്ക്ക് വെജും കിട്ടും കേട്ടോ. ഈ സ്പോട്ട് നമ്മുടെ കർണാടകയിലെ മുരുഡേശ്വർ ബീച്ചാണ്. ഇനി നിങ്ങൾ മുരുഡേശ്വർ വരുമ്പോൾ ഇവിടുത്തെ ഈ ഫിഷ് ഫ്രൈയും ഫ്രൈഡ് റൈസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എഗ് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട എഗ്. നമ്മുടെ നാട്ടിലെ റൈസ് അല്ല എഗ് റൈസ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അവരുടേതായ ഒരു സ്പെഷ്യൽ റൈസ് എന്താണ്. അതെ, അതിൻ്റെ ആയിട്ടുള്ള ഒരു നമ്മുടെ ദം ബിരിയാണി റൈസ് ഒക്കെ പോലെ തന്നെ ഇവിടുത്തെ രീതി നല്ല ടേസ്റ്റ്. ഇവിടുത്തെ ഫുഡിന്റെ നമ്മുടെ നാട്ടിലെ റൈസിന്റെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല. നാട്ടിലൊരു മൈൻഡായിട്ടുള്ള എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ട്. അതായത് രുചി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആയിട്ടുള്ള രുചി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടേതായ മസാല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് കഴിക്കണം. ഇത് പപ്പടം വറുത്ത പോലെ ഇരിക്കണം. മുള്ളില്ലായിരുന്നെങ്കിൽ മീന് പിന്നെ എന്തെളുപ്പായിരുന്നു.